കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിലെ ഗാനമേളയിലെ വിപ്ലവഗാന വിവാദത്തിൽ ഗായകൻ അലോഷിയെ ഒന്നാം പ്രതിയാക്കി കേസ്. കടയ്ക്കൽ പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ക്ഷേത്ര ഉപദേശക സമിതിയിലെ രണ്ടുപേരെയും കേസിലെ പ്രതികളാക്കി. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഏറെ വിവാദമായ സംഭവമാണ്. ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അനീഷ, മാർച്ച് 10 കേസിനാസ്പദമായ സംഭവം നടന്നത്. അതായത് കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി അലോഷി പാടുന്നു എന്നുള്ളൊരു ഗാനമേള, അതായത് സംഗീത പരിപാടി നടത്തി. അതിൽ വെച്ചായിരുന്നു നിരവധിയായിട്ടുള്ള CPM-ന്റെ ഗാനങ്ങളും ഒപ്പം തന്നെ പ്രചരണ ഗാനങ്ങൾ ഉൾപ്പെടെ പാടിയത്. ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ഉൾപ്പെടെയുള്ളവർ പോലീസിനെയും കോടതിയെയും സമീപിച്ചു. ആ കോടതി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ എന്തുകൊണ്ട് കേസ് പോലീസ് എടുത്തില്ല, FIR രജിസ്റ്റർ ചെയ്തില്ല എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവരുടെ പരാതിക്കാർ പറഞ്ഞിരുന്നത് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷെ പോലീസ് ഇപ്പോൾ അലോഷിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ പോലീസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ ആരാധനാലയങ്ങളിൽ ഇത്തരത്തിൽ പരിപാടികൾ നടത്തരുത്, ഇത്തരത്തിൽ പാട്ടുകൾ പാടരുത് എന്നുള്ള ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ അത് ലംഘിച്ചുകൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ ഈ പാർട്ടികളുടെ പാട്ട് പാടി എന്നൊരു വകുപ്പ് അത് പറഞ്ഞുകൊണ്ടാണ് ഈ അലോഷിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, ക്ഷേത്രോപദേശക സമിതിയിലെ രണ്ടുപേരെയും കൂടെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. എന്തായാലും ഈ പരാതിക്കാർ തന്നെ ഇതിനെതിരെ വരുന്നുണ്ട്. കാര്യം, ഈ പരിപാടി ഒരാളെ ഒരു പരിപാടിക്ക് വിളിച്ചത് നടത്തി ആ പരിപാടി അവതരിപ്പിക്കുന്ന ആൾ എങ്ങനെയാണ് അത്തരത്തിൽ ഇത് വരുന്നത്, അത് വിളിച്ച ആളുകളെ കൂടെ ഉൾപ്പെടുത്തി അത് കൃത്യമായി അന്വേഷണമായി മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. എന്തായാലും ഇതിൽ പരാതി നൽകിയ ആളുകളുടെ വിശദമായ മൊഴി അടുത്ത ദിവസങ്ങളിൽ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യവും പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അനീഷ. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.